بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ ഇതുപോലെയുള്ള തിന്മകൾക്ക്, ഷഹ്വാനിയായിട്ടുള്ള തിന്മകളിൽ വീഴുന്നതിന്, അതിന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് നാം പറഞ്ഞത്. അതിൽ തിന്മ പ്രവേശിക്കാതിരിക്കാൻ ദൃഷ്ടി താഴ്ത്തുന്നതും അതിന്റെ നേട്ടങ്ങളും പറഞ്ഞു. അതുപോലെ തന്നെ ആ തിന്മയെക്കുറിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി തിന്മയോടുള്ള ഇഷ്ടവും അതിനേക്കാൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം, ഇതിലേതാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന് വേണ്ടി അത് ഒഴിവാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഒരു തിന്മ, ആ തിന്മ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന അപകടവും അല്ലെങ്കിൽ അത് ഒഴിവാക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അപകടവും, ഇതിലേതാണ് കൂടുതൽ നമുക്ക് വെറുപ്പുണ്ടാക്കുന്നത്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടമായിരിക്കും വലുത്. അത് ഭയപ്പെട്ടുകൊണ്ടും അത് ഒഴിവാക്കാൻ സാധിക്കും. ഈ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹുബ്ബാണല്ലോ ഒരു തിന്മയോടുള്ള നമ്മുടെ ഇഷ്ടത്തെ ഇല്ലാതാക്കുന്നതും ഒഴിവാക്കുന്നതും. അപ്പൊ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അതെങ്ങനെയായിരിക്കണം എന്നീ കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഇദാ അറഫ്ത ഹാദിഹിൽ മുഖദ്ദമത ഫലാ യുംകിനു അൻ യജ്തമിഅ ഫിൽ ഖൽബി ഹുബ്ബുൽ മഹ്ബൂബ് അൽഅല വഇശ്ഖു സൂരി അബദാ. അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അള്ളാഹുവിനോടുള്ള ഹുബ്ബായിരിക്കണം മറ്റെന്തിനേക്കാൾ കൂടുതലെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, നിനക്ക് ഈ ഒരു ആമുഖം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഗൗരവവും അതിന്റെ പ്രാധാന്യവും നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അഥവാ മറ്റൊന്നിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമേ ഒരിഷ്ടം നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ, അത് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മെഹബൂബായിട്ടുള്ള അഥവാ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ഇതുപോലെയുള്ള ഫാന്റസി ആയിട്ടുള്ള തിന്മകളോടും, അതുപോലെ പ്രണയമോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് തരത്തിലുള്ള ഇഷ്ടമാണെങ്കിലും, ലിവാത്തോ എന്താണെങ്കിലും, ഇതും ഒരുമിച്ച് ഖൽബിൽ ഉണ്ടാവുകയില്ല. ബൽഹുമാ ളിദ്ദാനി ലാ യതലാഖിയാൻ, അത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്, അത് ഒരുമിച്ച് കണ്ടുമുട്ടില്ല. ബൽ ലാ ബുദ്ദ അൻ യുഖ്രിജ അഹദുഹുമാ സ്വാഹിബഹു, ഒന്ന് ഒരാളുടെ ഖൽബിലുണ്ടെങ്കിൽ മറ്റേത് എന്തായാലും ഇത് പുറത്താക്കും. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ശരിയായിട്ടുണ്ടെങ്കിൽ തിന്മകളോടുള്ള ഹുബ്ബിനെ അത് ഒഴിവാക്കും. തിന്മകളോടുള്ള ഹുബ്ബാണ് ശക്തമായിട്ടുള്ളത് എങ്കിൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബിനെയും അത് ഖൽബിൽ നിന്ന് ഒഴിവാക്കും. ഫമൻ കാനത് ഖുവ്വത്തു ഹുബ്ബിഹി കുല്ലുഹാ ലിൽ മഹ്ബൂബിൽ അലാ അല്ലദീ മഹബ്ബത്തു മാ സിവാഹു ബാതിലത്തുൻ വഅദാബുൻ അലാ സാഹിബിഹാ. ആരുടെയെങ്കിലും ഹുബ്ബ് അള്ളാഹുവിനോടല്ലാതെ മറ്റെന്തിനെങ്കിലുമാണ് കൂടുതലായിട്ടുള്ളത് എങ്കിൽ ആ ഇഷ്ടം കൊണ്ട് അവന് അദാബ് ബാധിക്കേണ്ടി വരും, വേദനിക്കേണ്ടി വരും. സറഫഹു ദാലിക അൻ മഹബ്ബതി മാ സിവാ വഇൻ അഹബ്ബഹു ലം യുഹിബ്ബഹു ഇല്ലാ ലിഅജ്ലിഹി. പക്ഷേ അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് ഒരാൾക്ക് ശരിക്കുള്ളത് എങ്കിൽ, അതാണ് ഉണ്ടാകുന്നത് എങ്കിൽ അവൻ വേറെ എന്തിനിഷ്ടപ്പെട്ടാലും അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഒരാളുടെ ഖൽബിൽ ശരിയായിട്ടുണ്ടെങ്കിൽ അവനുള്ള മറ്റെന്തിഷ്ടവും അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കും. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അവൻ ഒന്നിനും ഇഷ്ടപ്പെടില്ല. ഔ ലികൗനിഹി വസീലത്തിൻ ഇലാ മഹബ്ബതിഹി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള ഒരു മാർഗമായിട്ടായിരിക്കും മറ്റെന്തിനും ഇഷ്ടപ്പെടുക. അപ്പൊ നമ്മള് നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും ഇഷ്ടപ്പെടേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ഇഷ്ടത്തിന്റെ ഇനങ്ങൾ പറയുന്നുണ്ട്, ലിദാത്തിഹി ലിനഫ്സിഹി ഇനി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അള്ളാഹിന്റെ റസൂലിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്താ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഏതൊരു ഇഷ്ടവും, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്ത് കാര്യവും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. അപ്പൊ അള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരാളുടെ മറ്റെന്ത് ഇഷ്ടവും അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കും. അങ്ങനെ ഒരാൾക്ക് എന്ത് പറ്റൂല? ഹറാമായ ഒരു ഇഷ്ടം ഉണ്ടാവൂല, ഒരു തിന്മയോടുള്ള ഇഷ്ടം ഉണ്ടാവൂല. ഇനി അതുപോലെ തന്നെ അതുപോലെ തന്നെ അവന് ഇഷ്ടമുണ്ടാകുന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം മുറിച്ചു കളയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്ന് ഒഴിവാകാനും അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതായത് ചുരുക്കം പറഞ്ഞാൽ അവന്റെ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവന്റെ എല്ലാ ഇഷ്ടവും അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, വൽ മഹബ്ബത്തു സ്സാദിഖതു തഖ്തളി തൗഹീദൽ മഹ്ബൂബ്. ഒരാൾക്ക് സത്യസന്ധമായ ഇഷ്ടമാണുള്ളത് എങ്കിൽ അത് നിർബന്ധമാക്കുന്ന കാര്യം ആരെയാണോ അവൻ ഇഷ്ടപ്പെടുന്നത് അവനെ ഏകനാക്കുക എന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെ അള്ളാഹുവിനെ മാത്രം.
വഅല്ലാ യുശ്രിക ബൈനഹു വബൈന ഗൈരിഹി ഫീ മഹബ്ബതിഹി. അള്ളാഹുവിനോടൊപ്പം മറ്റെന്തിനെങ്കിലും അള്ളാഹുവിനെ പോലെ അവൻ ഇഷ്ടപ്പെടില്ല, ആ ഹുബ്ബിൽ ഒരാളെ പങ്കു ചേർക്കില്ല. വയുംഖതഹു ദാലിക്, അത് അള്ളാഹുവിന്റെ കോപത്തെ നിർബന്ധമാക്കും. വയുബ്അദഹു വലാ യുഖ്തിയഹു ബിഖുർബിഹി, അള്ളാഹുവിന്റെ സാമീപ്യം നേടിത്തരില്ല, അള്ളാഹുവിൽ നിന്ന് അവൻ അകറ്റും. വയഉദ്ദഹു കാദിബൻ ഫീ ദഅവാ മഹബ്ബതിഹി, അവൻ അള്ളാഹുവിനെ ഇഷ്ടമാണെന്ന് പറയുകയും അള്ളാഹുവിനെ പോലെ മറ്റെന്തെങ്കിലും കാര്യത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കളവാണ്. وإذا كان المحبوب من الخلق يأنف ويغار أن يشرك محبة غيره في محبته. ഇപ്പൊ നമ്മളൊരാൾ സൃഷ്ടികൾ ഒരാൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, അത് തന്നെ ആ ആളെ വേറൊരാളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും? അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ വേറൊരാൾ ഇഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും, എത്ര ഗൈറത്തുണ്ടാകും? ഇപ്പൊ നമ്മുടെ ഭാര്യമാരെ വിചാരിക്കുക, അപ്പോ നമ്മുടെ ഭാര്യനെ വേറൊരാൾ അതുപോലെ സ്നേഹിക്കുക വിചാരിക്കുക, എന്തുണ്ടാവും? അല്ലെങ്കിൽ അതുപോലെയുള്ള ഗൈറത്തിന്റെ അവസ്ഥ. സൃഷ്ടികളുടെ വിഷയത്തിൽ പോലും ഇത്ര ഗൗരവമുള്ളതാണെങ്കിൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ അതെങ്ങനെയാണ് ഉണ്ടാവുക? فكيف بالحبيب الأعلى الذي لا تنبغي المحبة إلا له وحده. അള്ളാഹുവിനോടുള്ള ഇഷ്ടം, ഹബീബുൽ അഅല എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം പോലെ മറ്റൊന്നിനോടും ഉണ്ടാകാൻ പാടില്ല, അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കും. وكل محبة لغيره فهي عذاب على صاحبها وبال. അള്ളാഹു അല്ലാതെ, അള്ളാഹുവിന് വേണ്ടി അല്ലാതെ മറ്റെന്തൊരിഷ്ടമുണ്ടോ അതെല്ലാം അവന് അദാബായി മാറും, അവന് വേദനിക്കേണ്ട അവസ്ഥയിലാണ് മാറുക. വലിഹാദ, അതുകൊണ്ടാണ് ലാ യഗ്ഫിറുല്ലാഹു സുബ്ഹാനഹു അൻ യുശ്റക ബിഹി ഫീ ഹാദിഹിൽ മഹബ്ബ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹുബ്ബിനെ പുറത്തുതരാത്തത്, അഥവാ ശിർക്കുൽ മഹബ്ബ. അള്ളാഹുവിനെ പോലെ വേറൊരാളെ സ്നേഹിച്ചാൽ അത് ഷിർക്കുൽ മഹബ്ബയാണ്. കാരണം തൗഹീദിന്റെ അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. ഷിർക്കിന്റെ അടിസ്ഥാനം അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെ വേറെ ആളെ സ്നേഹിക്കലാണ്. അതൊരിക്കലും അള്ളാഹു പൊറുക്കില്ല. മറ്റെന്ത് തിന്മയും അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും. എന്നിട്ട് പറയാണ് ഫമഹബ്ബത്തു സൂരി തുഫവ്വിതു മഹബ്ബത മാ ഹുവ അൻഫഉ ലിൽ അബ്ദി മിൻഹാ. ഒരു ഇതുപോലെയുള്ള ഈ മഹബ്ബത്ത് സുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മകളോടും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോടുമുള്ള ഹറാമായിട്ടുള്ള ഇഷ്ടങ്ങൾ, അതൊരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവന് നഷ്ടപ്പെടുത്തുന്നത് അവന് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ഹബ്ബിനെയാണ്, ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഇഷ്ടത്തെയാണ്. ബൽ തുഫവ്വിതു മഹബ്ബത മാ ലൈസ ലഹു സലാഹുൻ വലാ നഈമുൻ. അവൻ അതിനുവേണ്ടി നഷ്ടപ്പെടുത്തുന്നത് ഒരു നന്മയും ഗുണവുമില്ലാത്ത ഒരു ഇഷ്ടമാണ് മറ്റേത്, അള്ളാഹുവിനെ നഷ്ടപ്പെടുത്തുന്നതിലൂടെ. വലാ ഹയാത്തുൻ നാഫിഅത്തുൻ ഇല്ലാ ബിമഹബ്ബതിഹി വഹ്ദ. അള്ളാഹുവിനെ മാത്രം ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലാതെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജീവിതം അവനുണ്ടാവില്ല. ഫലിയഖ്തരിൽ അബ്ദു ഇഹ്ദൽ മഹബ്ബതൈൻ. അവന്റെ മുമ്പിൽ ഓപ്ഷൻ വരും, ഈ രണ്ടിലേത് തെരഞ്ഞെടുക്കണം എന്നുള്ള ഓപ്ഷൻ അവന്റെ മുമ്പിലുണ്ട്. അള്ളാഹുവിനോടുള്ള ഹബ്ബാണോ വേണ്ടത്, അതാ അള്ളാഹു അല്ലാത്ത ഹറാമുകളാവട്ടെ തിന്മകളാവട്ടെ വ്യക്തികളാവട്ടെ ഇവരോടുള്ളതാണോ വേണ്ടത്? നമ്മൾ സ്വന്തം ആലോചിക്കുക. നമ്മൾ തിന്മയിൽ അകപ്പെട്ടവരുണ്ടെങ്കിൽ ആലോചിക്കുക, അല്ലെങ്കിൽ അള്ളാഹു കാത്തു സംരക്ഷിക്കുന്നവർ, അങ്ങനെ ഒരു പരീക്ഷണം വന്നാൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഇത് രണ്ടിലേത്. فإنهما لا يجتمعان في القلب ولا يرتفعان منه. അത് രണ്ടും കൂടി ഒരു കൽബിൽ യോജിക്കൂല, രണ്ടും കൂടി ഒരുമിച്ചുണ്ടാകാൻ പറ്റില്ല. بل من أعرض عن محبة الله وذكره والشوق إلى لقائه ابتلاه الله بمحبة غيره. ആരെങ്കിലും അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൽ നിന്ന്, അള്ളാഹുവിനെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹത്തിൽ നിന്ന്, അതിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ അള്ളാഹു അവനെ അള്ളാഹു അല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ഇഷ്ടം കൊണ്ട് പരീക്ഷിക്കും. ഒരാൾക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടമല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റില്ല, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമില്ല, അങ്ങനെയാണ് അവന്റെ കൽബ് എങ്കിൽ അവന്റെ കൽബിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ഫയുഅദ്ദിബുഹു ബിഹാ ഫിദ്ദുനിയ വഫീ ബർസഖ് വഫിൽ ആഖിറ. ആ ഇഷ്ടം കൊണ്ട് ദുനിയാവിലും ബർസഖിലും പരലോകത്തിലും അവൻ ശിക്ഷിക്കപ്പെടും. ഫഇമ്മ അയ്യുഅദ്ദിബഹു ബിമഹബ്ബത്തിൽ ഔസാൻ. ചിലപ്പോൾ ആ ഇഷ്ടം എന്ന് പറഞ്ഞ വിഗ്രഹങ്ങളോടുള്ള ഇഷ്ടമായിരിക്കും, അള്ളാഹു അല്ലാത്ത ഇലാഹുകൾ വിഗ്രഹങ്ങളോടുള്ളത്. ഔ ബിമഹബ്ബത്തി സുൽബാൻ, ചിലപ്പോൾ കുരിശുകളോട് അഥവാ നസാറാക്കളുടെ പോലെ. അവിൽ മുർദാൻ, അല്ലെങ്കിൽ താടിയും മീശയും മുളക്കാത്ത കുട്ടികളോടുള്ള ലിവാത്ത് പോലുള്ള ഇഷ്ടം. ഔ മഹബ്ബത്തിൻ നീറാൻ, അല്ലെങ്കിൽ മജൂസികളെ പോലെ തീൻ ആരാധിക്കുന്നതോടുള്ള ഇഷ്ടം. ഔ മഹബ്ബത്തിൻ നിസ്വാൻ, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഇഷ്ടം. ഔ മഹബ്ബത്തിൽ അസ്മാൻ, അല്ലെങ്കിൽ സമ്പത്തിനോടുള്ള ഇഷ്ടം. ഔ മഹബ്ബത്തിൽ ഉശറ, അല്ലെങ്കിൽ അവന്റെ കുടുംബക്കാരായിരിക്കും അള്ളാഹിനേക്കാൾ അവന് വലുത്, അവന്റെ ഭാര്യ മക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, അതിനോടുള്ള ഇഷ്ടം. ഔ മഹബ്ബത്തിൽ ഖില്ലാൻ, അവന്റെ കൂട്ടുകാർ, അടുത്ത കൂട്ടുകാരായിരിക്കും അള്ളാഹിനേക്കാൾ കൂടുതൽ ഇഷ്ടം.
അങ്ങനെ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ദിക്റും ഒരുത്തന്റെ കൽബ് തെറ്റിപ്പോയാൽ ഇതുപോലെയുള്ള ഈ വസ്തുക്കളുടെ ഒരു ഇഷ്ടം കൊണ്ട് അള്ളാഹുവിനെ പരീക്ഷിക്കും. അതെന്താവുക? അത് ദുനിയാവിലും ബർസഖിലും പരലോകത്തൊക്കെ ശിക്ഷിക്കപ്പെടാനാണ് കാരണമാവുക. ഔ മഹബ്ബത്തി മാ ദൂന ദാലിക മിമ്മാ ഹുവ ഫീ ഗായത്തിൽ ഹഖാറത്തി വൽ ഹവാൻ, അല്ലെങ്കിൽ ഇതല്ലാതെ ഇതിലും നിന്ദ്യമായ എന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ മുഴുകും. ഫൽ ഇൻസാനു അബ്ദു മഹ്ബൂബിഹി കായിനൻ മൻ കാന, ഓരോ മനുഷ്യനും അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യത്തിന്റെ അടിമയായിരിക്കും. ഒരുത്തൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താണോ അതിന്റെ അടിമയായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തഇസ അബ്ദുദ് ദീനാർ തഇസ അബ്ദുദ് ദിർഹം തഇസ അബ്ദുൽ ഖമീസ. ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമ എന്നാ പറഞ്ഞത്. കാരണം എന്താ? മറ്റെന്തിനേക്കാൾ അവന് ഇഷ്ടം പണമാണ്, മറ്റെന്തിനേക്കാൾ ഇഷ്ടം അവന് സമ്പത്തും സൗകര്യങ്ങളുമാണ്. ഒരുത്തന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണോ അവൻ അതിന്റെ അടിമയായിരിക്കും. അതിന് ഭക്ഷണമാവട്ടെ, സമ്പത്താവട്ടെ, സൗകര്യങ്ങളാവട്ടെ, സ്ത്രീ ആവട്ടെ, എന്ത് കാര്യമാവട്ടെ, അവൻ അതിന്റെ അടിമയായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഇസ അബ്ദുദ് ദീനാർ, അവൻ പണത്തിനെ ആരാധിച്ചിട്ടല്ല, പണത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടില്ല, സമ്പത്തിനോട് ദുആ ചെയ്തിട്ടല്ല അത് പറയാനുള്ള കാരണം. അത് പറയാനുള്ള കാരണം ഇനി പറയാണ്, ഫമൻ ലക്കും ഫലം യകുൻ ഇലാഹുഹു മാലികഹു വ മൗലാ കാന ഇലാഹുഹു ഹവാ. അവന്റെ ഇലാഹായിട്ട് അവന്റെ മാലിക്കും അതുപോലെ തന്നെ അവന്റെ മൗലയുമായിട്ട് അള്ളാഹ് അല്ലെങ്കിൽ പിന്നെ അവന്റെ ഇലാഹ് ഹവയാണ്. ഹവ ഇലാഹാകുന്നത് കൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ളതെല്ലാം അവൻ അതിന്റെ അബ്ദായി പറയാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജാത്തിയയിൽ പറഞ്ഞു, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, നീ കണ്ടിട്ടില്ലേ അവന്റെ ഇച്ഛയെ ഇലാഹാക്കിയവനെ. വഅദല്ലഹു അല്ലാഹു അലാ ഇൽമിൻ വഖതമ അലാ സമഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി ഗിശാവ, അവൻ ആ അറിവോടുകൂടി അവന് വ്യക്തമായി ബോധ്യപ്പെടുത്തിയാ പിഴച്ചു പോയിട്ടുള്ളത്. അവന്റെ കേൾവി, അവന്റെ കാഴ്ച, അവന്റെ അതുപോലെ തന്നെ കൽബ് എല്ലാത്തിലും മൂടിയിട്ടിരിക്കുകയാണ്. ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ് അഫലാ തദക്കറൂൻ, അവനെ വേറെ ആരാ ഇനി ഹിദായത്തിലാക്കാനുള്ളത്? ഇത് അധികം ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. തൗഹീദിന്റെ ആളുകൾക്ക് തന്നെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ജാറത്ത് പോയാൽ മാത്രമേ ഷിർക്കാവുള്ളൂ നിലക്ക് സമ്പത്തിന്റെ അടിമകളായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അടിമകളായി ജീവിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് മഹബ്ബത്ത്, അതാണ് ഇബാദത്തിന്റെ അടിസ്ഥാനം. അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ എന്തെങ്കിലും അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നഷ്ടപ്പെട്ടാലായിരിക്കണം മറ്റെന്ത് നഷ്ടപ്പെടുന്നതിനേക്കാൾ നമുക്ക് വേദന ഉണ്ടാവേണ്ടത്. അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചാൽ, അഥവാ അള്ളാഹുവിന് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ പറ്റി, എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റി, ആ സന്തോഷമായിരിക്കണം മറ്റെന്ത് ദുനിയാവിൽ നിന്ന് നമുക്ക് ലഭിച്ചാൽ ഉണ്ടായിരിക്കേണ്ട സന്തോഷത്തിനേക്കാൾ വലുത്. അതാണ് തൗഹീദ് സാക്ഷാത്കരിച്ചവന്റെ അടയാളങ്ങൾ. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അടുത്ത് പറയാണ്, എന്താണ് ഇബാദത്ത് എന്ന് പറയാം. എന്താണ് ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഖാസിയത്തു തഅബ്ബുദ്, തഅബ്ബുദ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം അൽ ഹുബ്ബു മഅൽ ഖുദൂഅ്. ഇതാണ് ഇബാദത്ത്. നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? അൽ ഹുബ്ബു മഅൽ ഖുദൂഅ്, ഇഷ്ടം അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി, അങ്ങേയറ്റത്തെ വിധേയത്വത്തോടും ഖുദൂഇനോടും കൂടി ഉണ്ടാകുന്ന ഇഷ്ടത്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. തഅബ്ബുദ് അത് ഉണ്ടാവുമ്പോഴാണ് അള്ളാഹിനെ ഇബാദത്ത് ചെയ്തു എന്ന് പറയുന്നത്. ആ ഇഷ്ടം അമിതമായി മറ്റെന്തിലേക്കിലേക്ക് തെറ്റുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് മാത്രം നമ്മൾ വകവെച്ചു കൊടുക്കേണ്ട മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ്. വദുല്ലുൽ മഹ്ബൂബ് ഫമൻ അഹബ്ബ ശൈഅൻ ഔ ഖദിഅ ലഹു ഫഖദ് തഅബ്ബദ ഖൽബഹു ലഹു. ആരെങ്കിലും ഏതെങ്കിലും ഒരു വസ്തുവെയോ വ്യക്തിയെയോ അമിതമായി ഇഷ്ടപ്പെടുകയും അതുപോലെ താഴ്മ കാണിക്കുകയും ചെയ്താൽ അവൻ അതിനെ ഇബാദത്ത് ചെയ്തു, അവനതിനെ ഇബാദത്ത് ചെയ്തു. ബൽ തഅബ്ബുദു ആഖിറ മറാത്തിബിൽ ഹുബ്ബ്, യഥാർത്ഥത്തിൽ തഅബ്ബുദ് എന്ന് പറഞ്ഞാൽ ഹുബ്ബിന്റെ ഏറ്റവും അവസാനത്തെ മർത്തബയാണ്. ഹുബ്ബ് തുടക്കാണ്, അത് കൂടി 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 ഏറ്റവും ഉന്നതമായി എത്തുന്നതാണ് തഅബ്ബുദ് എന്ന് പറയുന്നത്. വയുഖാലു ലഹു, അതിന് ഈ പേരും പറയപ്പെടും. അത്തതയ്യും, തതയ്യും എന്നുള്ള പേരും പറയപ്പെടും. അപ്പൊ തഅബ്ബുദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാന ഹുബ്ബാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഹുബ്ബിന്റെ മർത്തബകൾ പറയാണ്. എങ്ങനെയാണ് ഒരാൾ ആ മർത്തബയിൽ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റെന്തിനെങ്കിലോടും ആ ഇഷ്ടം വന്നാലും അതെങ്ങനെയാണ് ശിർക്കിലും അപകടത്തിലും എത്തുന്നത് എന്നാണ് പറയുന്നത്. ഫഇന്ന അവ്വല മറാതിബിഹി, ഹുബ്ബിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ മർത്തബ അൽ അലാഖത്തു, അലാഖത്താണ്. അലാഖത്ത് എന്ന് പറഞ്ഞാൽ കണക്ഷൻ എന്നല്ല, ഒരു അടുപ്പം. വസുമ്മിയത് അലാഖതൻ ലിതഅല്ലുഖി ഖൽബിൽ മുഹിബ്ബി ബിൽ മഹ്ബൂബ്, ആരെയാണോ നാം ഇഷ്ടപ്പെടുന്നത്
ആ ഇഷ്ടപ്പെടുന്നതിനോടുള്ള ഒരു ബന്ധം നമുക്കുണ്ടായി കഴിഞ്ഞാൽ അതിന് അലാഖത്ത് എന്ന് പറയും. ഹുബിന്റെ തുടക്കമാണത്. അതിനുശേഷം ഒരാൾക്ക് ഹുബ് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അസ്വബാബത്തു. സ്വബാബത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധത്തിനേക്കാൾ ഒന്നുകൂടി, ഈ സ്വബ എന്ന് പറഞ്ഞ അറബിയിൽ കോരി വയ്ക്കാന്ന് പറയാം. അപ്പൊ ഒന്നുകൂടിയും ആ ഒരു ഇഷ്ടം വളരുന്ന ഒരവസ്ഥയിലാണ് സ്വബാബത്ത് പറയുന്നത്. ഇത് പറയാനുള്ള കാരണം അവന്റെ കൽബ് അവൻ ഇഷ്ടപ്പെടുന്നതിന്റെ മേലെ കോരി അഴിച്ച പോലെയാണ് അവസ്ഥ ഉണ്ടാവുക. അങ്ങനെ ഒരു ഇഷ്ടത്തിലേക്ക് അത് മാറും. അത് കഴിഞ്ഞാൽ അടുത്ത ദർജ എന്ന് പറഞ്ഞാൽ ഹുബ്, അലാഖത്ത്, ഹുബിന്റെ ദർജകളാ പറയുന്നത്. അലാഖത്ത്, സ്വബാബത്ത്, പിന്നെ കഴിഞ്ഞാൽ അൽ ഖറാം. ഖറാം എന്ന് പറഞ്ഞാൽ കത്തി ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് എന്നാണ്. അപ്പൊ നരകത്തിലെ ശിക്ഷയെ പറ്റി പറഞ്ഞപ്പോ ഇന്ന അദാബഹ കാന ഖറാമ എന്നാ പറഞ്ഞത്. അതായത് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു കാര്യം. അപ്പോ അടുത്തത് ഖറാം എന്നാണ്. വഹുവ ലുസൂമുൽ ഹുബ്ബി ലിൽ ഖൽബി ലുസൂമൻ ലാ യൻഫകു അൻഹു. കൽബിൽ നിന്ന് വിട്ടുപോകാതെ എപ്പോഴും നിലനിൽക്കുന്ന ആ ഹുബിനാണ് ഖറാം എന്ന് പറയാം. അങ്ങേയറ്റത്തെ ഒരു ബന്ധം, അതിനാണ് ഖറാം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അതിന് മുകളിലുള്ളത് ഇഷ്ഖ് എന്ന് പറയും. ഇഷ്ഖ് എന്ന് പറഞ്ഞാൽ ഇഫ്റാത്തുൽ മഹബ്ബ, ഹുബിന്റെ വിഷയത്തിൽ പരിധി ലംഘിക്കുന്നതിനാണ് ഇഷ്ഖ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ വാക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചേർത്ത് പറയാറില്ല. വലിഹാദാ ലാ യൂസഫു ബിഹി റബ്ബു സുബ്ഹാന. കാരണം അത് ഷഹ്വത്തോടു കൂടിയുള്ള താല്പര്യത്തിലുള്ള ഇഷ്ഖിലേക്കാ പോവുക. അത് പൊതുവെ സ്ത്രീകളോടോ അല്ലെങ്കിൽ മുർദാനുകളോട്, പിന്നെ താടി വിഷയം മുളക്കാത്ത കുട്ടികളോടുണ്ടാകുന്ന ഹുബിനാണ് ഇഷ്ക് എന്ന പേര് പറയപ്പെടാറുള്ളൂ. അള്ളാഹുലേക്ക് അത് ചേർത്തി പറയാറില്ല. സൂഫിയകളാണ് ആ ഇഷ്ക് എന്നുള്ള പദം അള്ളാഹുലേക്ക് ചേർത്ത് പറയാറുള്ളത്. അതിനുശേഷമുള്ള ദർജ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഒന്നാമത്തേത് അലാഖത്ത് പറഞ്ഞു, സ്വബാബത്ത് പറഞ്ഞു, ഖറാം പറഞ്ഞു, ഇഷ്ക് എന്ന് പറഞ്ഞു. അതിന് മുകളിലുള്ള ദർജയാണ് അശ്ശൗഖ്. ഷൗഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹുവ സഫറുൽ ഖൽബി ഇലൽ മഹ്ബൂബ് അഹത്ത സഫർ. കൽബ് കൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്നത് എന്തിനാണോ അതിലേക്കുള്ള ഒരു യാത്ര. അതായത് ഇപ്പൊ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകാൻ പറയാൻ പറ്റി കഴിഞ്ഞാല് ഒരു യുവാവ് പിന്നെ അവന്റെ ഏറ്റവും നല്ലൊരു പ്രായത്തിൽ ഒരു വിവാഹം കഴിച്ചു. അവൻ നിക്കാഹ് കഴിച്ചിട്ട് അവൻ ഗൾഫിൽ പോയി വിചാരിക്കുക. ഗൾഫിൽ പോയി കഴിഞ്ഞാല് കോണ്ടാക്ട് ചെയ്യാനൊന്നും ഒരു വഴിയില്ലാതെ അവനവന്റെ ഭാര്യയെ കാണാനുണ്ടാവുന്ന ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, കൽബിലുണ്ടാവുന്ന ഒരു ആഗ്രഹം. അതിനാണ് പൊതുവെ ഷൗക്ക് എന്ന് പറയാം. ഞാൻ ആ വികാരത്തെ മനസ്സിലാക്കി തന്ന. കാരണം അങ്ങേയറ്റം നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ ദൂരത്തായിരിക്കുമ്പോ അയാളെ കാണാനും അയാളോട് സംസാരിക്കാനും എല്ലാം അയാളായിട്ടൊരു ബന്ധമുണ്ടാവാനും നമ്മൾ ആഗ്രഹിക്കുന്ന താല്പര്യം ഉണ്ടല്ലോ, കൽബ് കൊണ്ടുള്ളൊരു യാത്ര. അതിനാണ് ഷൗക്ക് എന്ന് പറയുക. ഇത് മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞത്. പക്ഷേ ഷൗക്ക് എന്നുള്ളത് അള്ളാഹുമായി ബന്ധപ്പെട്ട് അവന്റെ അടിമകൾക്ക് ഉണ്ടാവുന്നതാണ്. അള്ളാഹുവിനോട് ഈ ഷൗക്ക് എന്നുള്ള വികാരം ഉണ്ടാവും. ഇഷ്ടത്തിന്റെ ഹുബിന്റെ ഉന്നതമായ ഒരു അവസ്ഥ ഉണ്ടാവും. അത് അനുഭവിച്ചവർക്കറിയാം. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. മുസ്നദ് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. മിൻ ഹദീസ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അന്നഹു സ്വല്ലാ സ്വലാതൻ ഫഔജസ ഫീഹാ. ഒരിക്കൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഒരു മസ്ജിദിൽ ഇമാമായി നിസ്കരിക്കുമ്പോൾ നിസ്കാരം കുറച്ച് ചുരുക്കി വേഗം നിസ്കരിച്ചു. ഫഖീല ലഹു ഫീ ദാലിക്. അപ്പൊ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ കുറച്ച് വേഗം നിസ്കരിച്ചു? ഇങ്ങനെയല്ലല്ലോ ശരിക്കും നിസ്കരിക്കേണ്ടത്, കുറച്ചുകൂടി സുദീർഘമായി നിസ്കരിക്കണമല്ലോ, നിങ്ങൾ വേഗം നിസ്കാരം ചുരുക്കി എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോ അമ്മാർ ഇബ്നു യാസിർ ആളുകളോട് പറഞ്ഞു, അമ്മാ ഇന്നി ദഅഉതു ഫീഹാ ബിദഅവാതിൻ കാന നബിയു അലൈഹി സ്വലാത്തു വസ്സലാം യദഉ ബിഹിന്ന. പക്ഷെ ഞാൻ ചുരുക്കിയിട്ടില്ലല്ലോ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുള്ള പഠിപ്പിച്ച ദുആ എല്ലാം ചൊല്ലിയിട്ടാണ്. അതായത് നിസ്കാരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കേണ്ടതല്ലാത്തതും അല്ലാതെ അവസാനത്തെ ഇരുത്തത്തിൽ തശഹുദിൽ കൂടുതലായിട്ടുള്ള ദുആ കൂടി ഞാൻ ചൊല്ലിയിട്ടാണ് അവസാനിപ്പിച്ച നിസ്കാരം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ദുആ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഇൽമികൽ ഗൈബ. അല്ലാഹുവേ, നിന്റെ അദൃശ്യമായ ഇൽമിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ദുആ ആണ്. നമ്മൾ പലപ്പോഴും ഇവിടെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. വഖുദ്റതിക അലൽ ഖൽഖ്. സൃഷ്ടികളുടെ മേലെയുള്ളതിന്റെ കഴിവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, തവസ്സുൽ ചെയ്യാൻ. അഹീനി ഇദാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി. എനിക്ക് ജീവിതമാണ് നല്ലത് എങ്കിൽ, അതാണ് ഖൈറായിട്ട് നീ മനസ്സിലാക്കുന്നെങ്കിൽ എന്നെ ജീവിപ്പിക്കണം. വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി. എനിക്ക് മരണമാണ് നല്ലതായിട്ട് നീ കാണുന്നതെങ്കിൽ നീ എന്നെ മരിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശിയതക ഫിൽ ഗൈബി വശഹാദ. ഞാൻ നിന്നോട് നിന്നെക്കുറിച്ചുള്ള ഖശിയത്ത് ചോദിക്കുകയാണ്. അറിവോടുകൂടിയുള്ള ഭയത്തിനാണ് ഖശിയത്ത് എന്ന് പറയുക.
അത് രഹസ്യത്തിലും പരസ്യത്തിലും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വസ്അലുക കലിമത്തൽ ഹഖ് ഫിൽ ഗളബി വർരിളാ, എന്റെ കോപത്തിലും ഞാൻ തൃപ്തിപ്പെടുന്ന അവസ്ഥയിലും ഹക്കിന്റെ കലിമത്തുകൾ, നേരായ കലിമത്തുകൾ പറയാൻ അതിന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വസ്അലുകൽ ഖസ്ദ ഫിൽ ഫഖ്രി വൽ ഗിനാ, എനിക്ക് ദാരിദ്ര്യമാണെങ്കിലും ഐശ്വര്യമാണെങ്കിലും മിതത്വം നിറഞ്ഞ രീതിയിൽ അത് ചെലവഴിക്കാനും ഉപയോഗിക്കാനുമുള്ള തൗഫീഖിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വസ്അലുക നഈമൻ ലാ യൻഫദ്, അവസാനമില്ലാത്ത നിഅമത്തുകളെ ഞാൻ ചോദിക്കുന്നു, അഥവാ സ്വർഗത്തിനെ. വസ്അലുക ഖുർറത ഐനിൻ ലാ തൻഖതി, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത കൺകുളിർമയെ ഞാൻ ചോദിക്കുന്നു, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ. വസ്അലുക ബർദൽ ഐശി ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ഏറ്റവും റാഹത്തായിട്ടുള്ള ജീവിതത്തെ നിന്നോട് ചോദിക്കുന്നു. വസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക്, അല്ലാഹുവേ നിന്റെ മുഖത്തിലേക്ക് നോക്കുമ്പോഴുള്ള ആസ്വാദനത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വസ്അലുക അശ്ശൗഖ ഇലാ ലിഖാഇക്, നിന്നെ കാണാനുള്ള ഈ ഷൗഖിനെ, അതിയായ ഒരു ആഗ്രഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫീ ഗൈരി ളറാഇ മുദിറത്തിൻ വലാ ഫിത്നത്തിൻ മുദില്ല, ഞാനിത് ചോദിക്കുന്നത് എനിക്കിവിടെ എന്തോ ബുദ്ധിമുട്ട് ബാധിച്ചതുകൊണ്ടോ എന്തെങ്കിലും ഞാൻ വഴിതെറ്റി പോകുന്നുള്ള ഫിത്ന കൊണ്ടോ അല്ല. അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ അനുഭവിച്ചിട്ട് ഇനി രക്ഷപ്പെടാൻ വഴിയില്ല, എന്തെങ്കിലും ഫിത്നയിൽ അകപ്പെട്ടു, ഇനി രക്ഷപ്പെടാൻ വഴിയില്ല, അതുകൊണ്ട് അള്ളാഹിനെ കാണാനുള്ളത് ചോദിക്കുകയല്ല. അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ, അല്ലാഹുവേ ഈമാനിന്റെ അലങ്കാരം കൊണ്ട് ഞങ്ങളെ നീ അലങ്കരിപ്പിക്കണമേ. വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ, നേർമാർഗത്തിലായിക്കൊണ്ട് നേർമാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, വഴി കാണിക്കുന്ന ആളുകളായിട്ട് ഞങ്ങളെ നീ മാറ്റുകയും വേണമേ എന്ന് ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ആ ദുആ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ചൊല്ലാറുണ്ടായിരുന്നു. നിസ്കാരത്തിൽ തശഹ്ഹുദിൽ സ്വലാത്തിന് ശേഷം ചൊല്ലാവുന്ന ഒരു ദുആ ആയി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന കൂടിയാണത്. നമ്മൾ പഠിക്കണം. കാരണം ഇതിൽ മഹത്തായ രണ്ട് ആസ്വാദനങ്ങളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുള്ളത് ഒരുമിപ്പിച്ചിട്ട്. ഒന്ന് ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം, രണ്ട് പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനം. ഏതൊക്കെയാണ്? പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനം വസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക്, അല്ലാഹുവിനെ കാണലാണ്. അതിനപ്പുറത്തേക്ക് ഒരു ആസ്വാദനം പരലോകത്തില്ല. സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹവും കിട്ടി, സ്വർഗത്തിൽ ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടി, പാനീയങ്ങൾ കിട്ടി, ഹൂറുലീങ്ങൾ കിട്ടി, ഭവനങ്ങൾ കിട്ടി, ചോദിക്കുന്ന ഒക്കെ കിട്ടി. എന്നിട്ടാണ് അള്ളാഹുവിനെ കാണുക. ആ കാണുന്ന സമയത്ത് ബാക്കിയുള്ളതൊന്നും അവർക്ക് എന്താവൂല, ഇഷ്ടമുള്ളതാവൂല. എല്ലാത്തിനേക്കാളും ഇഷ്ടം അള്ളാഹിനെ കാണലായിരിക്കും. അതുപോലെ തന്നെ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? അള്ളാഹിനെ കാണാനുള്ള ആഗ്രഹമാണ്. അള്ളാഹിനെ കാണാൻ ആഗ്രഹമില്ലാത്തവൻ എങ്ങനെയാണത് ആസ്വദിക്കുക? നമ്മളാലോചിച്ച്, നമുക്കൊരാളെ കാണാന് ഭയങ്കര ആഗ്രഹമുണ്ട്, എന്നാൽ കാണാനോ അയാളുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ ഇന്നത്തെ സൗകര്യങ്ങളൊന്നും, വീഡിയോ കോൾ ഒന്നുമില്ല, എന്നാൽ അയാളോടുള്ള ഇഷ്ടം കൊണ്ട് അയാളെ കാണാനുള്ള ആഗ്രഹം നമ്മുടെ കൽബിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ ആസ്വാദനമുണ്ട്. അത് അള്ളാഹുവിനെ കാണുമ്പോഴോ ദുനിയാവിൽ നമ്മുടെ ബന്ധങ്ങളും നമ്മളെ ഇഷ്ടങ്ങളും തന്നെ നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള ആഗ്രഹം, സ്വർഗത്തിൽ കാണാനുള്ള ആഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? വളരെ മഹത്തരമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പല സലഫുകളും ഇത് പറയാറുണ്ടായിരുന്നു. പിന്നെ റബീഅ അൽ അദവിയ സലഫുകളിൽപ്പെട്ട വളരെയധികം ഇബാദത്തിൽ മുഴുകിയിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ പറയുമായിരുന്നു, താലത്ത് അലയ്യൽ അയ്യാമു വൽ ലയാലി ഇഷ്തിയാഖൻ ലിറബ്ബി, എന്റെ റബ്ബിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് രാവും പകലൊക്കെ അത് ദീർഘിച്ചു പോകുന്നു. അതായത് സമയം ഇങ്ങനെ കൂടിപ്പോവാണ്, റബ്ബിനെ കാണാനുള്ള ആഗ്രഹം അത്ര കൂടുതലാണ്. ഇബ്നുൽ ഖയ്യിം പറയാണ്, വഹാദാ ഹുവൽ മഅന അല്ലദീ അബ്ബറ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലിഹി, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ അർത്ഥം. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു, ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവനെ കാണാൻ അള്ളാഹും ഇഷ്ടപ്പെടും എന്നിട്ട് പറയാണ്. വഖാല ബഅദു അഹ്ലിൽ ബസായിർ ഫീ ഖൗലിഹി തആല, ഈ ഒരു ആയത്തിനെ വിശദീകരിച്ച് പറയുന്നു, മൻ കാന യർജു ലിഖാ അല്ലാഹ് ഫഇന്ന അജലല്ലാഹി ലആത്, ആരാണോ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ സമയം വന്നെത്തുക തന്നെ ചെയ്യും. സൂറത്തുൽ അൻകബൂത്തിൽ ആയത്താണ്. എന്നിട്ട് പറയാണ്, ലമ്മാ അലിമ അല്ലാഹു സുബ്ഹാനഹു ശിദ്ദത ശൗഖി ഔലിയാഇഹി ഇലാ ലിഖാഇഹി, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ അള്ളാഹുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹത്തെ അള്ളാഹു അറിഞ്ഞതുകൊണ്ട്, വഅന്ന ഖുലൂബഹും ലാ തഹ്തദി ദൂന ലിഖാഇഹി,
അള്ളാഹുവിനെ കാണുന്നത് കൊണ്ടല്ലാതെ അവരുടെ കൽബ് നേരാവൂല. ആ അവസ്ഥയിലാണ്. അവർക്കിതാ ഒരു സമയം അള്ളാഹ് അറിയിച്ചു കൊടുത്തിരിക്കുകയാണ്, വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ കാണും. അവരുടെ നഫ്സുകൾ, അവരുടെ മനസ്സിന് സമാധാനം അടയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹത്തെ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ജീവിതത്തിന്റെ ആസ്വാദനത്തെ മനോഹരമായ വാക്കുകളിലൂടെ പറയാണ്. വഅത്യബുൽ ഐശി വഅലദ്ദുഹു അലൽ ഇത്ലാഖി ഐശുൽ മുഹിബ്ബീന വൽ മുശ്താഖീന വൽ മുസ്തഅനിസീൻ. ഏറ്റവും വിശിഷ്ടമായ ജീവിതം, ഏറ്റവും ആസ്വാദനമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് അങ്ങേയറ്റം ഇഷ്ടമുള്ള, അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന, അള്ളാഹുവുമായിട്ട് അടുത്ത ബന്ധമുള്ളവരുടേതാണ്. ഫഹയാതുഹും ഹിയ അൽ ഹയാതു ത്വയ്യിബതു ഫിൽ ഹഖീഖ. അവരുടെ ജീവിതമാണ് ഏറ്റവും വിശിഷ്ടമായ ജീവിതം. വലാ ഹയാത ലിൽ ഖൽബി അത്യബു വലാ അൻഅമു വലാ അഹ്നഹു മിൻഹാ. അവരെക്കാൾ വിശിഷ്ടമായതും അവരെക്കാൾ നിഅമത്തുകൾ നിറഞ്ഞതും അവരെക്കാൾ സന്തോഷിക്കുന്നതുമായിട്ടുള്ള ഒരു ഖൽബിന്റെ ജീവിതമില്ല. ഫഹിയൽ ഹയാതു ത്വയ്യിബത്തുൽ മദ്കൂറതു ഫീ ഖൗലിഹി തആല. അള്ളാഹു ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള ഹയാത്തുൻ ത്വയ്യിബ ഇതാണ്. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ. ആരാണോ ഈമാനും സൽക്കർമ്മങ്ങളും ഉള്ളത് ചെയ്യുന്നത്, ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് ഹയാത്തുൻ ത്വയ്യിബ, വിശിഷ്ടമായ ജീവിതം ഉണ്ടാവും. ചില അറിവില്ലാത്ത ആളുകൾ വിചാരിച്ചു വിശിഷ്ടമായ ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ സമ്പത്തും കുറെ വീടും അല്ലെങ്കിൽ കുറെ വാഹനങ്ങളും കുറെ സൗകര്യങ്ങളും ഇതെല്ലാമാണ് എന്ന്. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, വലൈസൽ മുറാദു മിൻഹാ അൽ ഹയാത്തുൽ മുശ്തരികത ബൈനൽ മുഅ്മിനീന വൽ കുഫാർ വൽ അബ്റാർ വൽ ഫുജ്ജാർ. ഇവിടെ ഉദ്ദേശിച്ച ജീവിതം മുഅ്മിനീങ്ങൾക്കും കുഫാറുകൾക്കും ഉണ്ടാകുന്ന, നന്മ ചെയ്യുന്നവർക്കും തിന്മ ചെയ്യുന്നവർക്കും ഒരുപോലെ ഉണ്ടാവുന്നതല്ല. അപ്പൊ നല്ല ഭക്ഷണം കഴിക്കുക, മുഅ്മിനും കഴിക്കും കാഫിറും കഴിക്കും. നല്ല വീടുണ്ടാവുക, മുഅ്മിനും ഉണ്ടാവും കാഫിറും ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല വാഹനങ്ങൾ ഉണ്ടാവുക, മുഅ്മിനും കാഫിറും ഉണ്ടാവും. ഇത് മുഅ്മിനും കാഫിറും ഒരുമിച്ച് പങ്കുചേരുന്ന കാര്യങ്ങളാണ് ദുനിയാവിലെ ജീവിതം. ഇതല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം. മിൻ തീബിൽ മഅ്കൽ വൽ മൽബസ് വൽ മശ്റബ് വൽ മൻകഹ്. ഇത് പറയാം, നല്ല ഭാര്യമാരുണ്ടാവുക, നല്ല വസ്ത്രം ഉണ്ടാവുക, നല്ല ഭക്ഷണം ഉണ്ടാവുക, അതല്ല ഉദ്ദേശം. ബൽ റുബ്ബമാ സാദ അഅദാഉല്ലാഹി അലാ ഔലിയാഹി ഫി ദാലിക അദ്ആഫ മുളാഅഫ. ചിലപ്പോൾ അല്ലാഹു തആല അല്ലാഹുവിന്റെ ശത്രുക്കൾക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ, സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഇരട്ടി ഇരട്ടിയായി കൊടുക്കും. അള്ളാന്റെ ഔലിയാക്കളെക്കാളും മുഅ്മിനീങ്ങളെക്കാളും കൂടുതലായി കൊടുക്കും. വഖദ് ളമിന അല്ലാഹു സുബ്ഹാനഹു ലികുല്ലി മൻ അമില സാലിഹൻ അയ്യുഹിയഹു ഹയാത്തുൻ ത്വയ്യിബ. പക്ഷെ അല്ലാഹു ഇതാ ജാമ്യം എന്ന് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ഈമാനും സൽക്കർമ്മങ്ങളുള്ള അടിമകൾക്ക് ത്വയ്യിബായ ഒരു ജീവിതം നൽകും. വഹുവ സാദിഖുൽ വഅദി അല്ലദീ ലാ യുഖ്ലിഫു വഅദ. അത് സത്യസന്ധമായിട്ടുള്ള വാഗ്ദാനമാണ്, അല്ലാഹു വാഗ്ദാനം ലംഘിക്കില്ല. وأي حياة أطيب من حياة من اجتمعت همومه كلها وصارت هما واحدا في مرضات الله. ഒരുവന്റെ ചിന്ത മുഴുവൻ അല്ലാഹ് മാത്രമാവാൻ, അള്ളാന്റെ തൃപ്തി നേടൽ മാത്രമാവാൻ. അങ്ങനെയുള്ള ഒരുത്തന്റെ ജീവിതത്തെക്കാൾ വിശിഷ്ടമായ ജീവിതം മറ്റെന്താണുള്ളത്? വലം യതശഅബ് ഖൽബുഹു. അവന്റെ കൽബ് വേറെ ചിന്തയിൽ ചിന്നിച്ചിതറുന്നില്ല. ബൽ അഖ്ബല അലല്ലാഹ്. അല്ലാഹുവിലേക്ക് മാത്രമാണ് മുന്നിടുന്നത്. വജ്തമഅത് ഇറാദതുഹു വഅഫ്കാറുഹു അല്ലതി കാനത് മുൻഖസിമതൻ ബികുല്ലി വാദിൻ മിൻഹാ ശുഅബ. അവന്റെ ഉദ്ദേശം, അവന്റെ ചിന്ത, ഇത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം നിന്നും അല്ലാഹ് എന്നുള്ളതിലേക്ക് അവൻ ഒരുമിച്ച് കൂട്ടുന്നു. ഫസാറ ذكر محبوبه الأعلى وحبه والشوق إلى لقائه. അവന് അള്ളാഹുവിനോടുള്ള മെഹബൂബിൽ അഅല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം, ഇത് മറ്റെന്തിനേക്കാളും ആയി നിൽക്കുകയാണ്. വലുൻസു ബിഖുർബിഹി ഹുവൽ മുസ്തൗലി അലൈഹി. അള്ളാഹുമായിട്ടുള്ള അടുത്ത ബന്ധം, അള്ളാഹുവിനോടുള്ള ഒറ്റക്കാവുന്നതിനാണ് അൽ ഉൻസ് എന്ന് പറയാം. ആ രീതിയിൽ വഅലൈഹി തദൂറു ഹുമൂമുഹു വഇറാദതുഹു വഖുസൂദുഹു ബൽ വഖതറാതു ഖൽബിഹി. അവന്റെ ചിന്ത, അവന്റെ ഉദ്ദേശം, അവന്റെ ലക്ഷ്യം, അവന്റെ ഖൽബിന്റെ ചെറിയ ചിന്തകൾ പോലും അള്ളാഹ് മാത്രമായി തീരും. ഫഇൻ സകത സകത ബില്ലാഹ്. അവൻ നിശബ്ദനാവുകയാണെങ്കിൽ അത് അള്ളാഹിന് വേണ്ടിയിട്ടായിരിക്കും. വഇൻ നതഖ നതഖ ബില്ലാഹ്. അവൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. വഇൻ സമിഅ ഫീഹി ഫബിഹി യസ്മഉ. അവൻ കേൾക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടായിരിക്കും. വഇൻ ബസറ ഫബിഹി. അവൻ കാണുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടായിരിക്കും. വബിഹി യബ്തിഷു. അതുകൊണ്ടാണ് അവൻ പിടിക്കുക. വബിഹി യംഷി. അള്ളാഹുവിനെ കൊണ്ടാണ് നടക്കുക. വബിഹി യതഹറകു. അവന്റെ ചലനങ്ങൾ അള്ളാഹുവിനെ കൊണ്ടായിരിക്കും.
വബിഹി യസ്കുനു, അള്ളാഹുവിനെ കൊണ്ടാണ് അവൻ സമാധാനം അടയുക. വബിഹി യഹ്യ, അതുകൊണ്ടാണ് അവൻ ജീവിക്കുക. വബിഹി യമൂത്ത്, അള്ളാഹുവിനെ കൊണ്ടാണ് അവൻ മരിക്കുക. വബിഹി യബ്അസു, അള്ളാഹുവിനെ കൊണ്ടാണ് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. കമാ ഫി സഹീഹുൽ ബുഖാരി, സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസ്, ഫീമാ യർവീഹി അൻ റബ്ബിഹി തബാറക വതആല, അല്ലാഹു തആല പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു. മാ തഖറബ ഇലയ്യ അബ്ദി ബിമിസ്ലി അദാഇ മഫ്തറൽതു അലൈഹി, എന്റെ അടിമ അവന്റെ മേലെ ഞാൻ നിർബന്ധമാക്കിയത് കൊണ്ടല്ലാതെ അവൻ എന്നിലേക്ക് അടുക്കുന്നില്ല. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന നിർബന്ധമാക്കിയ കർമ്മങ്ങൾ കൊണ്ടാണ്. വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു, അവൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും അവന്റെ മേലെ ഞാൻ നഫ്ലുകളായിട്ടുള്ള ഐച്ഛികമായ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ. ഫൈദാ അഹ്ബബ്തുഹു കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കാഴ്ച ഞാനാകും. വയദഹു അല്ലതീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാലുകൾ ഞാനാവും. വലഇൻ സഅലനി ലഉതിയന്ന, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും. വലഇൻ ഇസ്തആദനി ലഉഈദന്ന, അവൻ എന്നോട് രക്ഷ നേടിയാൽ ഞാൻ അവന് രക്ഷ നൽകും. വമാ തറദ്ദതു ഫീ ശൈഇൻ അന ഫാഇലുഹു കതറദ്ദുദി അൻ ഖബ്ലി നഫ്സി അബ്ദിൽ മുഅ്മിൻ യക്റഹു അൽ മൗത്ത്, ഞാൻ ഏറ്റവും അധികം ചെയ്യുന്നതിൽ ഒരു പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ അടിമയുടെ മരണമായിരിക്കും. കാരണം അവൻ മരണം വെറുക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും ഞാൻ അവനെ മരിപ്പിക്കും. വഖറഉ മസാഅതഹു വലാ ബുദ്ദ ലഹു മിൻഹു, അവനുണ്ടാകുന്ന എന്തൊരു ബുദ്ധിമുട്ടുകളും ഞാൻ വെറുക്കുന്നു. അവന് എന്തായാലും മരിക്കണം, അവനെന്തായാലും മരിക്കാൻ നിർബന്ധമാണ്. പക്ഷെ അതുപോലും അള്ളാഹു തആല അവന്റെ മേലെ ഇഷ്ടപ്പെടാത്ത അത്ര അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ആകും. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫതളമ്മന ഹാദൽ ഹദീസ് ശരീഫുൽ ഇലാഹി, ഖുദ്സിയായ ഈ മഹത്തായ ഹദീസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ഹസ്റ അസ്ബാബി മഹബ്ബതിഹി ഫി അംറൈൻ, അള്ളാഹുവിന്റെ ഹുബ്ബ് നേടണമെങ്കിൽ രണ്ട് കാര്യം കൊണ്ടേ പറ്റുള്ളൂ. അദാഇ ഫറാഇദിഹി, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക. വതഖറബു ഇലൈഹി ബിൻ നവാഫിൽ, നഫ്ലുകളായ കാര്യങ്ങൾ കൊണ്ട് അതിനെ തുടരുക. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം, വഅഖ്ബറ സുബ്ഹാനഹു അന്ന അദാഅ ഫറാഇദിഹി അഹബ്ബു മാ യതഖറബു ബിഹി ഇലൈഹി മുതഖറബൂൻ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന ആളുകൾ അടുക്കാൻ ഏറ്റവും പ്രവർത്തിക്കുന്നത് നിർബന്ധമായ കാര്യങ്ങളാണ്. ثم بعدها النوافل, പിന്നെ നഫ്ലുകളായിട്ടുള്ള കാര്യങ്ങളാണ്. വന്നൽ മുഹിബ്ബ ലാ യസാലു യുക്സിറു മിനൻ നവാഫിൽ ഹത്താ യസീറ മഹ്ബൂബൻ ലില്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുത്തൻ നഫ്ലുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എത്രയാണോ അവൻ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നത്, അവസാനം അവൻ എന്തായിത്തീരും? അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായിത്തീരും. ഫൈദാ സാറ മഹ്ബൂബൻ ലില്ലാഹ്, അങ്ങനെ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായിട്ട് അവൻ മാറിയാൽ ഔജബത് മഹബ്ബത്തുല്ലാഹി ലഹു വ മഹബ്ബതൻ ഉഖ്റാ മിൻഹു ലില്ലാഹി ഫൗഖൽ മഹബ്ബത്തിൽ ഊലാ, അവന്റെ മേലെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നിർബന്ധമാവും, ആദ്യമുള്ള ഒരു ഇഷ്ടത്തിനേക്കാൾ കൂടുതൽ നിർബന്ധമാവും. ഫശഗലത് ഹാദിഹിൽ മഹബ്ബതു ഖൽബഹു അനിൽ ഫിക്റതി വൽ ഇഹ്തിമാമി ബിഗൈരി മഹ്ബൂബിഹി, അത് പിന്നെ എന്താകും? അവന്റെ ചിന്ത മുഴുവൻ അവൻ ഇഷ്ടമുള്ള അള്ളാഹുമായി തീരുന്ന അവസ്ഥയിൽ വരും. വമലകത് അലൈഹി റൂഹഹു വലം യബ്ഖ ഫീഹി സഅതൻ ലിഗൈരി മഹ്ബൂബിഹി അൽബത്ത, അവന്റെ ആത്മാവിന് ഏറ്റവും വിശാലതയും സമാധാനവും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കിട്ടില്ല. ഫസാറ ദിക്റു മഹ്ബൂബിഹി വഹുബ്ബിഹി ومثله الأعلى مالكا لزمام قلبه مستوليا على روحه استيلاء المحبوب على محبة الصادق بمحبته, ആ ഇഷ്ടം മുഴുവനായിട്ട് അവന്റെ മനസ്സിൽ നിറയുന്ന അവന്റെ ആത്മാവിൽ നിറയുന്ന അവസ്ഥയിലെത്തും. التي قد اجتمعت قوى محبة حبه كلها له, എല്ലാ ഇഷ്ടവും അള്ളാഹുവിലേക്ക് മാത്രമായി തീരുന്ന അവസ്ഥയിലാകും. ولا ريب, ഒരു സംശയമില്ല, أن هذا المحب إذا سمع بمحبوبه, അങ്ങനെ അവസ്ഥയിൽ അവൻ എത്തിയാൽ ഉറപ്പാണ് അവൻ പിന്നെ കേൾക്കുന്നത് അവന്റെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും. അവൻ കാണുന്നത് അള്ളാഹുവിനെ കൊണ്ടായിരിക്കും. വൈൻ ബതശ ബിഹി, അവൻ പിടിക്കുന്നത് അള്ളാഹുവിനെ കൊണ്ടായിരിക്കും. വൈൻ മശാ ബിഹി, അവൻ നടക്കുന്നത് അള്ളാഹുവിനെ കൊണ്ടായിരിക്കും. ഫഹുവ ഫീ ഖൽബിഹി വമഅഹു വഅനീസുഹു വസാഹിബു, അതിന്റെ ഉദ്ദേശം എന്താണ്? അവനുള്ള ഉദ്ദേശം എന്താണ്? കയ്യും കാലൊക്കെ ഇതാവുന്നത് അള്ളാഹുവിനോടൊപ്പമായിരിക്കും അവരുണ്ടാവുക. അവന്റെ കൽബ് ഏറ്റവും അള്ളാഹുവിനോട് അടുത്ത് അള്ളാഹുവിനോടൊപ്പമായിരിക്കും അവൻ എന്ത് കർമ്മം ചെയ്യുമ്പോഴും. കാരണം മുസാഹബ, അറബി ഭാഷയിൽ വന്നിട്ടുള്ള ബാഇന്റെ ഉപയോഗം ഒപ്പമുണ്ടാകും എന്നുള്ള അർത്ഥയിലാണ്. വഹിയ മുസാഹബത്തുൻ ലാ നദീറ ലഹ, അതിനോട് സാദൃശ്യപ്പെടാവുന്ന മറ്റൊരു അടുപ്പുമില്ല.
മറ്റൊരു കൂട്ടുമില്ല. ഒരു കൂട്ടുകെട്ട് മുസാഹബത്ത് ഇതിനോട് സാദൃശ്യപ്പെടുന്ന മറ്റൊന്നുമില്ല. വലാ തുദ്റകു ബിമുജറദിൽ ഇഖ്ബാരി അൻഹാ വൽ ഇൽമി ബിഹാ, അത് വെറുതെ ഇങ്ങനെ അറിയിച്ചാലോ പറഞ്ഞാലോ മനസ്സിലാവൂല. ഫൽ മസ്അലതു ഹാലിയത്തുൻ ലാ ഇൽമിയത്തുൻ മഹ്ളത്തുൻ, അതൊരു അറിവല്ല പറഞ്ഞു കൊടുക്കാൻ, അത് അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുകയുള്ളൂ. അത് പറഞ്ഞു കൊടുക്കാൻ, അറിവ് കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ് വഖസ്സ ഫിൽ ഹദീസി അസ്സംഅ വൽ ബസ്റ വൽ യദ വൽ റിജ്ല ബിദ്ദിക്ർ. ഇവിടെ ഈ ഹദീസിൽ എന്തൊക്കെ അവയവങ്ങളാണ് പറഞ്ഞത്? പ്രത്യേകമായി പറഞ്ഞത് അവന്റെ കേൾവി, കാഴ്ച, കയ്യ്, കാല് എന്നീ കാര്യങ്ങൾ മാത്രമാണ്. കാരണം കേൾവി, കാഴ്ച എന്നുള്ളത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന് അവന്റെ ഖൽബിലേക്കുള്ള വഴിയാണ്. കയ്യ്, കാല് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രവർത്തനങ്ങളിലേക്കുള്ള മാർഗമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വതഅമ്മൽ, ദിക്റുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, കയ്യും കാലും ഒക്കെ പറഞ്ഞത്. എന്നിട്ട് പറയാണ് വതഅമ്മൽ, നിങ്ങൾ ആലോചിക്കണം, കൈഫ തഫാ ബിദിക്രി സമഇ വൽ ബസ്രി വൽ യദി വൽ റിജ്ൽ അനിൽ ലിസാൻ. ഇവിടെ കേൾവി പറഞ്ഞു, കണ്ണ് പറഞ്ഞു, കയ്യ് പറഞ്ഞു, കാല് പറഞ്ഞു, എന്തുകൊണ്ട് നാവ് പറഞ്ഞില്ല? ദിക്റിന് പ്രധാനമായിട്ടുള്ള നാവല്ലേ. അവരുടെ നാവ് എന്തുകൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് ചലിക്കുമെന്ന് പറഞ്ഞില്ല? അള്ളാഹുവിന്റെ ദിക്ർ മുഴുകുമെന്ന് പറഞ്ഞില്ല? ഫഇന്നഹു ഇദാ കാന ഇദ്റാഖു സമഇ അല്ലദീ യഹ്സുലു ബിഇഖ്തിയാരിഹി താറതൻ വബിഗൈരി ഇഖ്തിയാരിഹി താറതൻ. കാരണം ഒരുത്തന്റെ കേൾവി എന്നുള്ളത് അവൻ വേണമെന്ന് വെച്ച് കേൾക്കുന്നുണ്ടാവും, വേണമെന്ന് വെക്കാതെ കേൾക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മളൊരു ബസ്സിലെ യാത്രയാണ്, ഒരു പാട്ട് കേൾക്കുന്നു, നമ്മൾ വേണമെന്ന് കേൾക്കുന്നതാവും അല്ല. എന്നാൽ ഒരുത്തൻ ഫോണിൽ ഖുർആൻ വെച്ച് ഖുർആൻ കേൾക്കുകയാണ്, അവൻ വേണിച്ചിട്ട് കേൾക്കുകയാണ്. അപ്പൊ കേൾവിയിൽ അവൻ ഇഷ്ടത്തോടു കൂടി, ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതും കേൾക്കും, അല്ലാത്തതും കേൾക്കും. വകദാലിക്കൽ ബസ്ർ, അതുപോലെ തന്നെ കാഴ്ച. ഖദ് യഖഉ ബിഗൈരി ഇഖ്തിയാരി ഫുജ്അതൻ, പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കാത്ത കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരും. നമ്മൾ കാണുന്നതാണ്, കണ്ണ് താഴ്ത്താൻ പറ്റുമെങ്കിലും ഉദ്ദേശിക്കാത്ത കാഴ്ചകൾ കാണും, നമ്മുടെ ഉദ്ദേശത്തിന്റെ അപ്പുറത്തേക്ക്. വകദാലിക ഹറകത്തുൽ യദി വൽ റിജ്ൽ, അതുപോലെ കയ്യും കാലും ഒരിക്കലും ചലിപ്പിക്കാതെ ഒരാൾക്ക് നിൽക്കാൻ വയ്ക്കൂല. അല്ലത്തി ലാ ബുദ്ദ ലിൽ അബ്ദി മിൻഹുമാ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വരും. പക്ഷേ നാവ്, ഫകൈഫ ബിഹറകത്തിൽ ലിസാൻ അല്ലത്തി ലാ തഖഉ ഇല്ലാ ബിഖസ്ദിൻ വഇഖ്തിയാരിൻ. നാവ് കൊണ്ടുള്ള പ്രവർത്തനം മനുഷ്യൻ ഉദ്ദേശിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മനുഷ്യൻ ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാൽ തന്നെ നാവ് കൊണ്ടുള്ള സംസാരം ഉണ്ടാവില്ല. അത് അവൻ സംസാരിച്ച് ഉദ്ദേശിച്ച് സംസാരിച്ചാലേ മാത്രമേ ഉള്ളൂ. വഖദ് യസ്തഗ്നിയൽ അബ്ദു അൻഹാ ഇല്ലാ ഹൈസു ഉമിറ ബിഹാ, അത് കൽപ്പിക്കപ്പെടുന്നതിനനുസരിച്ചിട്ടാണ് നാവ് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ അവന്റെ ഉദ്ദേശമില്ലാത്ത കാര്യങ്ങൾ നടക്കും. അത് പൂർണ്ണമായിട്ട് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ മാത്രമാവും. പക്ഷെ നാവ് അടിമയോട് കൽപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഹദീസുകളിലൊക്കെ ബാക്കിയുള്ള അവയവങ്ങൾ നാവിനോട് പറയുന്നത് അതുകൊണ്ടാണ് മറ്റുള്ള അവയവങ്ങളെക്കാൾ ഖൽബ് നേരെയാവണമെങ്കിൽ നാവ് നേരെയാവണമെന്ന് പറയാൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയൊക്കെ നേരെയാവുക എന്ന് പറയാനുള്ള കാരണം അതാണ്. പക്ഷെ അള്ളാഹു ഈ ഹദീസിനെ കുറച്ചുകൂടി വിശദീകരിക്കുന്നുണ്ട്. അത് അടുത്ത ദിവസത്തിൽ നമുക്ക് നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.